ഉഷ്ണതരംഗവും കൊടും ചൂടും അപ്പർ കുട്ടനാടൻ കർഷകർക്ക് ഇത്തവണ നൽകിയത് ദുരിതവും കടക്കെണിയുമാണ്. കൊയ്ത നെല്ലിൽ ഭൂരിഭാഗവും പതിരായതിനാൽ മുടക്കുമുതൽ പോലും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. നെൽകൃഷി മേഖലയെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് സർക്കാർ സഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചെന്നിത്തല കൃഷിഭവൻ പരിധിയിലെ 158 ഏക്കർ കൈതക്കണ്ടം പാടശേഖരമാണിത്. 126 കർഷകരുണ്ടിവിടെ. മുൻകാലങ്ങളിൽ 36 ലോഡ് വരെ നെല്ല് കിട്ടിയിരുന്നു, ഏകദേശം 3600 കിൻഡൽ. എന്നാൽ ഇത്തവണ ലഭിച്ചത് വെറും 1500 കിൻഡൽ നെല്ല് മാത്രമാണ്. അതിൽ നിന്ന് 19 മുതൽ 20 കിലോ വരെയാണ് മില്ലുടമകൾ കിഴിവ് ചോദിക്കുന്നത്. അതായത് ഈ 1.5 ലോഡ് നെല്ലിന് 100 കിലോയ്ക്ക് 20 കിലോ കിഴിവാണ് ഏർപ്പെടുത്തിയേക്കുന്നത്. അതുകൂടാതെ സ്വന്തമായി ചാക്ക് മില്ലുകാരൻ തരുന്നില്ല. ഈ ചാക്ക് ഞങ്ങൾ സ്വന്തമായി വാങ്ങി സ്വന്തമായി വള്ളം കൊണ്ടുവന്ന് അതിൽ കയറ്റി 1 കിലോമീറ്റർ ദൂരെ അപ്പുറത്തെത്തിക്കുക. ഞങ്ങൾക്ക് ആവശ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഉഷ്ണതരംഗം മൂലം നഷ്ടപ്പെട്ട കൃഷിക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുക. ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ഏതായാലും 10 രൂപ ലാഭം ഇതിൽ നിന്ന് കിട്ടത്തില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. ഞങ്ങളുടെ ആത്മഹത്യയുടെ വക്കയാണ് യഥാർത്ഥത്തിൽ. പാടശേഖരത്തിലേക്ക് എത്താൻ നടന്നു പോകുന്ന വഴി മാത്രമാണുള്ളത്. കൊയ്ത്തിയന്ത്രം ചങ്ങാടത്തിൽ ഇവിടെ എത്തിക്കണമെങ്കിൽ 1 ലക്ഷത്തോളം രൂപയാണ് ചിലവ്. കൊയ്തു കഴിഞ്ഞാൽ നെല്ല് ചാക്കിൽ കെട്ടി വള്ളത്തിൽ വേണം ലോറി വരുന്നിടത്തെത്തിക്കാൻ. അതിനുള്ള കൂലിയും കർഷകന്റെ കയ്യിൽ നിന്ന് തന്നെ നൽകണം. എല്ലാം കഴിഞ്ഞാൽ പിന്നെ മിച്ചമൊന്നും ഉണ്ടാവില്ല. ഒരേക്കറിന് 50,000 രൂപ എങ്ങനെ വന്നാലും കണ്ടത്തിനകത്ത് ചിലവാണ്. ഈ കൂലി ചിലവ് കൂടാതെ നമ്മൾ കൃഷി ഇറക്കുന്ന ചിലവാണ്. ഈ 50 രൂപ ചിലവാക്കിയാൽ പിന്നെ ഇതിൻ്റെ ചിലവുകളെല്ലാം നമ്മൾ ഇപ്പോൾ സെപ്പറേറ്റ് കൊടുക്കണം. എങ്ങനെ വന്നാലും 10-70,000 രൂപ ചിലവാണ് ഒരേക്കർ നിലം നമ്മൾ കൃഷി ചെയ്ത് വരും. തൊട്ടടുത്ത 14 ബ്ലോക്കിൽ നേന്ത്രവേലി പാടത്ത് 3 ലോഡ് നെല്ല് കൊയ്തിട്ടിട്ടുണ്ട്. പക്ഷെ എടുക്കാൻ ആളില്ല. മഴ പെയ്ത് വെള്ളം കയറിയാൽ നെല്ലെല്ലാം വെള്ളത്തിലാകും. ഏക്കറിന് 50,000-ലധികം രൂപ മുടക്കിയാണ് കൃഷി ഇറക്കിയത്. കൂലിച്ചെലവ് വേറെയും. മുടക്കുമുതൽ പോലും കിട്ടില്ലെന്നായതോടെ പലരും കൊയ്ത്തുപേക്ഷിച്ചു. അധ്വാനമെല്ലാം പതിരായപ്പോൾ വലിയ കടക്കണിയാണ് കർഷകരെ കാത്തിരിക്കുന്നത്. കടുത്ത ചൂടിൽ കതിരെല്ലാം പതിരായപ്പോൾ കർഷകന് നഷ്ടം കണക്ക് കൂട്ടുന്നതിനും അപ്പുറമാണ്. അപ്പർ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലെ കർഷകരുടെ എല്ലാം സ്ഥിതി ഇതാണ്. ഇനി ഇവരുടെ ഏക പ്രതീക്ഷ സർക്കാർ സഹായം മാത്രമാണ്. ചെന്നിത്തലയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം.